കരുണയുടെ അവസാന മണിക്കൂർ. 32. പിശാചിൻ്റെ പ്രവൃത്തികൾ. ലോകം എൻ്റെ രണ്ടാം വരവിനായി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി അടയാളങ്ങൾ നൽകപ്പെട്ടു കഴിഞ്ഞു. അവ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ, യേശുക്രിസ്തു, എൻ്റെ ഇടപെടലിലൂടെ നിങ്ങളെ ഒരുക്കുന്നത് പോലെ സാത്താനും അവൻ്റെ സൈന്യത്തെ ഒരുക്കുകയാണ്. സത്യം അറിഞ്ഞിരുന്നിട്ടും എൻ്റെ രക്ഷാകര പദ്ധതിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എൻ്റെ ശത്രുക്കൾ അനേക വർഷങ്ങളായി വളരെയധികം തന്ത്രങ്ങൾ വിഭാവനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ അടക്കം അനേകർ വീണുപോവുകയും നിഷിദ്ധമായ ഗൂഢവിദ്യകൾക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നിഷ്കളങ്കരായ മനുഷ്യരെ അവരുടെ അറിവ് കൂടാതെ കൊല ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള അനേകം പദ്ധതികൾക്ക് എൻ്റെ ശത്രുക്കൾ രൂപം കൊടുത്തു കഴിഞ്ഞു. അത്യാഗ്രഹം കൊണ്ടും അധികാരമോഹം കൊണ്ടും മനുഷ്യവംശത്തിനെതിരെ നിരവധിയായ കുടില പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഭവനത്തിൻ്റെ നിയന്ത്രണം അവർ കൈയടക്കുന്നതോടെ ആ ശ്രമങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തും. എൻ്റെ പരിശുദ്ധ സഭയെ പരാജയപ്പെടുത്താനുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. മൃഗത്തിന് തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അവനെ ലോകം സ്വാഗതം ചെയ്യുന്നു എന്നുറപ്പുവരുത്താനായി വിശദമായ ഒരു പ്രവർത്തന രേഖ തന്നെ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അത് ലോകമെങ്ങുമുള്ള രാഷ്ട്രീയ മത പ്രസ്ഥാനങ്ങളുടെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്ന ഒന്നായിരിക്കും. എന്നാൽ മൃഗം എൻ്റെ സഭയിൽ അവൻ്റെ സിംഹാസനത്തിൽ ആരൂഢനാകുന്നതിന് മുൻപ് തന്നെ എൻ്റെ സഭയിലെ അൾത്താരകളിൽ അവനെ പ്രതിഷ്ഠിച്ചു കൊണ്ടുള്ള അനേകം കർമ്മങ്ങൾ നടത്തപ്പെടും. സാത്താനും അവൻ്റെ അനുചരന്മാർക്കും വലിയ ശക്തി ലഭിക്കാൻ ഉതകുന്ന വിധത്തിൽ കറുത്ത കുർബാനകളുടെ ബ്ലാക്ക് മാസ് എണ്ണം വർദ്ധിക്കും. വിശുദ്ധമായ എല്ലാറ്റിനെയും അവർ നശിപ്പിക്കും. ക്രിസ്തീയതയെ തകർക്കാൻ അവർ ഏതറ്റം വരെയും പോകും. എന്നാൽ ക്രിസ്തീയതയെ ആശ്ലേഷിക്കുന്നു എന്ന വ്യാജേനയായിരിക്കും അവർ ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ കാണുന്നത് പോലെയല്ല എന്ന് മനസ്സിലാക്കുക. വിവേചനത്തിൻ്റെ വരം ലഭിച്ചവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ദൈവകൃപയാൽ എൻ്റെ ദർശകരിലൂടെയും പ്രവാചകരിലൂടെയും ഇന്നത്തെ ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്ന എൻ്റെ സ്വരത്തിന് ചെവി കൊടുക്കുകയും എൻ്റെ പിതാവിൻ്റെ ദൃഷ്ടിയിൽ എൻ്റെ എല്ലാ മക്കളും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അവിടുത്തെ അനുഗമിക്കുന്നവർ അനുഗ്രഹീതർ, എന്നാൽ അവർക്ക് പീഡനം ഏൽക്കേണ്ടതായി വരും. ലോകം ശൂന്യതയിൽ നിന്ന് പൊട്ടിമുളച്ചതൊന്നുമല്ല, ലോകത്തെ ദൈവം സൃഷ്ടിച്ചതാണ്. അതുപോലൊരത്ഭുതം മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കാൻ കഴിയുകയുമില്ല. എന്ത്, എങ്ങനെ, എപ്പോൾ സംഭവിച്ചു എന്ന് വിശദീകരിക്കാൻ ശാസ്ത്രത്തിന് ഒരിക്കലും സാധിക്കുകയില്ല. എല്ലാ ദൈവമക്കളും ഞാൻ വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധ സ്നേഹത്തിന് മനസ്സും ശരീരവും ആത്മാവും പൂർണ്ണമായി അടിയറവ് വയ്ക്കുന്നതുവരെ ദൈവീകമായ അതിസ്വാഭാവിക സത്തയെ ശരിയായി മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ സൃഷ്ടാവിനെ തിരസ്കരിക്കാതിരിക്കുക. വഞ്ചകൻ സാത്താൻ ഫ്രീമേസന്മാരിലൂടെയും വ്യാജപ്രവാചകരിലൂടെയും പൂർണ്ണമായും തിന്മയ്ക്ക് കീഴ്പ്പെട്ട വിഘടിത പ്രസ്ഥാനങ്ങളിലൂടെയും കൾട്സ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ള നുണകളുടെ വഞ്ചനയെ ശ്രവിക്കാതിരിക്കുക. ആ പ്രസ്ഥാനങ്ങളെല്ലാം രൂപം കൊണ്ടത് മനുഷ്യൻ്റെ ഭോഷത്വത്തിൽ നിന്നത്രേ. സാത്താൻ യഥാർത്ഥത്തിൽ ഉണ്ട്. മനുഷ്യൻ ബലഹീനനാകയാൽ ഏറ്റവും വിശുദ്ധരായ എൻ്റെ അനുയായികൾ പോലും അവൻ്റെ നിരന്തരമായ പ്രലോഭനങ്ങളിൽ വീണുപോകുന്നു. എന്നെ വേദനിപ്പിക്കുന്ന അനേകം നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്നു. വിശേഷിച്ച് അൽമായർ പരിശുദ്ധ കുർബാന വിതരണം ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ ആധുനിക സമൂഹത്തിന് ചേർന്നത് എന്ന വിധത്തിൽ കൊണ്ടുവരുന്നതും എന്നാൽ എന്നോടും എൻ്റെ നിത്യപിതാവിനോടുമുള്ള ഭക്ത്യാദരങ്ങളെ ഇല്ലാതാക്കുന്നതുമായ പുതിയ നിയമങ്ങൾ എന്നെ ദുഃഖത്തിലാഴ്ത്തി കരയിപ്പിക്കുന്നു. ഏറെ താമസിയാതെ എൻ്റെ സഭയിൽ വൈദികർ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അതിൻ്റെ അർത്ഥം അവർക്ക് എൻ്റെ വചനം ഉയർത്തിപ്പിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെയാണ്. തങ്ങളുടെ രാജ്യങ്ങളിൽ പാപത്തെ അംഗീകരിക്കാൻ ജനങ്ങൾ നിർബന്ധിതരായിത്തീരും. ക്രിസ്ത്യാനികൾ അത്തരം നിയമങ്ങളെ എതിർക്കുന്നത് കുറ്റകരമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ശരീരത്തിലെ രോഗം സമൂഹത്തെയാകെ കാർന്നു തിന്നുമ്പോൾ അനേകർ കൊല്ലപ്പെടും. എന്നാൽ കഠിന ദുഃഖത്തിൻ്റെയും
അനേകം മരണങ്ങളുടെയും ഒടുവിൽ അവശേഷിക്കുന്ന ജനം രോഗപ്രതിരോധ ശേഷി നേടിയവരായിരിക്കും. അനവധി ദേശങ്ങളിൽ പാപം ജഡത്തിൻ്റെ രോഗങ്ങൾക്ക് കാരണമാകും. മനുഷ്യൻ്റെ ദുഷ്ടത ഹേതുവായി അനേകർ ദുരിതത്തിൽ മരിക്കും. ദൈവത്തോടുള്ള സ്നേഹം കാരണം മരണത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു അവശിഷ്ട ഭാഗം രൂപപ്പെടുന്നതുവരെ ഈ ശുദ്ധീകരണം തുടർന്നുകൊണ്ടിരിക്കും. ക്രിസ്ത്യാനികൾ പലതരത്തിലും കഠിനമായി സഹിക്കേണ്ടി വരും. അവരിൽ നിന്ന് വിശ്വാസം എടുത്തുമാറ്റപ്പെടുകയും അതിൻ്റെ സ്ഥാനത്ത് ഒരു മ്ലേച്ഛത ദൃശ്യമാവുകയും ചെയ്യും. പിന്നെ അവർ കമ്പരിപ്പിക്കുന്ന ഒരു കാഴ്ച കാണേണ്ടി വരും. താൻ ഭക്തനായ ഒരു ക്രിസ്ത്യാനിയാണെന്ന് എതിർ ക്രിസ്തു പ്രസ്താവിക്കുന്നത് തന്നെ. ലോകത്തോടുള്ള തൻ്റെ പ്രഭാഷണങ്ങളിൽ അവൻ ബൈബിളിൽ നിന്നുള്ള അനേകം കാര്യങ്ങൾ ഉദ്ധരിക്കും. അപ്പോൾ നിരന്തരമായ പീഡനം മൂലം ക്ഷീണിതരായി കഴിഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനികൾ പൊടുന്നനെ ആശ്വാസം കണ്ടെത്തും. ഇതാ അവസാനം അവരുടെ പ്രാർത്ഥനയ്ക്കുത്തരമായി സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ. അവൻ്റെ വായിൽ നിന്ന് മധുരവും ആശ്വാസദായകവുമായ അനേകം വചനങ്ങൾ പുറപ്പെടും. അവൻ ദൈവത്തിൽ നിന്നുള്ള ഒരു ദൂതനെപ്പോലെ തന്നെ കാണപ്പെടും. ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങളെ തിരുത്തുന്നവനായി അവൻ പ്രത്യക്ഷപ്പെടും. ക്രിസ്ത്യാനികളും അതിൽ തന്നെ റോമൻ കത്തോലിക്കരും തന്നെ എങ്ങനെയാണ് കാണേണ്ടത് എന്നതിനെക്കുറിച്ച്, അതായത് അവരുടെ ഇടയിൽ ഉണ്ടാകേണ്ട തൻ്റെ പ്രതിച്ഛായയെക്കുറിച്ച് അവൻ ശ്രദ്ധാപൂർവം നിർദ്ദേശങ്ങൾ നൽകും. അവരാണല്ലോ അവൻ്റെ മുഖ്യ ലക്ഷ്യം. മനുഷ്യൻ്റെ ദുഷ്ടത എന്നതിൽ ജഡിക പാപങ്ങളും ഉൾപ്പെടുന്നു. നഗ്നത പ്രദർശിപ്പിക്കുന്നത് സ്വീകാര്യമാകും. മനുഷ്യർ പൊതുസ്ഥലങ്ങളിൽ വച്ച് പോലും ജഡിക പാപങ്ങൾ ചെയ്യും. കൊലപാതകം സർവ്വസാധാരണമായി മാറുകയും അത് തുടർന്നു കൊണ്ടേയിരിക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല, കുട്ടികൾ ഉൾപ്പെടെ അനേകർ അത് ചെയ്യുകയും ചെയ്യും. പല കത്തോലിക്ക ദേവാലയങ്ങളിലും സാത്താനിക ആരാധനയും കറുത്ത കുർബാനയും ബ്ലാക്ക് മാസ് നടത്തപ്പെടും. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി ഗർഭചിത്രം അവതരിക്കപ്പെടുകയും അത് പ്രസവ സമയം വരെ അനുവദനീയമാക്കുകയും ചെയ്യും. എന്നോട് ഏതെങ്കിലും വിധത്തിൽ കൂറ് കാണിക്കുന്നത് പോലും ഉടൻ തന്നെ ഒരു ക്രിമിനൽ കുറ്റമായി മാറും. ക്രൂശിത രൂപം, അതായത് യഥാർത്ഥമായ കുരിശ് കൈവശം വച്ചിരിക്കുന്നതായി കണ്ടാൽ നിങ്ങൾ കുറ്റക്കാരനായി വിധിക്കപ്പെടും. കാരണം നിങ്ങൾ നിയമം ലംഘിച്ചിരിക്കുന്നു. നിങ്ങളുടെ രാജ്യത്തെ നിയമം ഒരു ഇരട്ട നിയമം ആയിരിക്കും. അവിടെ മതവും രാഷ്ട്രീയവും ഒന്നായി മാറും. ഈ പീഡനത്തിൻ്റെ ഫലമായി അനേകർ അറിയാതെ തന്നെ മൃഗത്തെ ആരാധിക്കുകയും അങ്ങനെ വഴിതെറ്റിക്കപ്പെടുകയും ചെയ്യും. ക്രിസ്തീയ വിശ്വാസത്തിൽ സത്യമായും ഉറച്ചു നിൽക്കുന്ന തങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരരെയും അധികാരികളെയും ഒറ്റിക്കൊടുക്കാൻ കഴിയുമാറ് അത്രയധികമായിരിക്കും അവരുടെ മേലുള്ള എതിർ ക്രിസ്തുവിൻ്റെ സ്വാധീനം. ഈ കാലഘട്ടത്തിലൂടെ നിങ്ങളെ നയിക്കാൻ എൻ്റെ ജനമേ, നിങ്ങളുടെ ഒരേയൊരു പ്രത്യാശ നിങ്ങളുടെ പ്രാർത്ഥനകൾ മാത്രമായിരിക്കും. എൻ്റെ കുരിശുമരണത്തിൻ്റെ പുകഴ്ചയ്ക്കായുള്ള അനുദിന ബലി കാണുക. വീഞ്ഞ് എൻ്റെ രക്തമായും അപ്പം എൻ്റെ ശരീരമായും മാറുന്നത് നിർത്തലാക്കപ്പെടും. വ്യാജപ്രവാചകൻ ഉടൻ തന്നെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ അതിന് കീഴ്വഴങ്ങിയാൽ നിങ്ങളെ തന്നെ എന്നിൽ നിന്ന് അകറ്റുകയായിരിക്കും ചെയ്യുന്നത്. മാറ്റങ്ങൾ ആരംഭിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ തന്നെ ആയിരിക്കും. പെട്ടെന്ന് തന്നെ ദിവ്യകാരുണ്യം, അതായത് എൻ്റെ യഥാർത്ഥ സാന്നിധ്യം സത്യത്തിൽ മറ്റെന്തോ ആണെന്ന് അവർ നിങ്ങളോട് പറയും. ഇതുപോലെ അനേകം വ്യത്യസ്ത കാര്യങ്ങളും അവർ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇവയെല്ലാം അതിഭീകരമായ നുണകളാണെന്ന് ഓർത്തുകൊള്ളുക. പരിശുദ്ധ കുർബാന എന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ശരീരവും രക്തവും തന്നെയാണ്. നിങ്ങളെ എൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കാനും സമയം ആഗതമാകുമ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആവശ്യമായ പോഷണം ലഭിക്കാനും വേണ്ടി നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണത്. കുർബാനയെക്കുറിച്ച് എൻ്റെ പുരോഹിതന്മാർക്ക് പുതിയ ആധുനിക വ്യാഖ്യാനങ്ങൾ നൽകപ്പെടും. വിശുദ്ധമായവയെ അശുദ്ധമാക്കുന്ന പ്രക്രിയ എപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്ന് അപ്പോൾ നിങ്ങൾ അറിയും.